നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഭക്തിയോടെ ചെയ്യേണ്ട ആചാരങ്ങളാണ്. അത് ഗാഥയേക്കാൾ നന്നായിട്ട് നിനക്ക് പറ്റും. അതുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കൃഷ്ണ, ഇതുകൂടി ഒന്ന് മാമിന് വേണ്ടി. ശരിക്കും ഞാൻ വല്ലാത്തൊരു ആശ്വാസത്തിലായിരുന്നു. സുഖമില്ലാത്ത എന്റെ അമ്മയെ പോലും നേരെ ചൊവ്വ നോക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. കുറച്ചു നേരം അടുത്തിരിക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അത്രയെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? തർക്കിക്കാൻ സമയമില്ല എനിക്ക്. ഇപ്പൊ നീ ഇതെനിക്ക് ചെയ്തു തന്നേ പറ്റൂ. എന്നെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും മാഡം ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിലും മാഡത്തിന്റെ മകൾക്ക് വേണ്ടി മരണം ചുമക്കുന്ന ആളല്ലേ ഞാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? കൂടുതൽ പണം വേണോ? അതോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ മാഡത്തിനോട് പണം ചോദിച്ചിട്ടുണ്ട്. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനുള്ള പണം. അല്ലാതെ ഒരു വറ്റിനുള്ള പണം പോലും ഞാൻ ചോദിക്കില്ല. എനിക്കത് വേണ്ട മാഡം. വലിയൊരു പ്രതിസന്ധിന്ന് കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. അത് നീ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. സമ്മതിച്ചു. ഇപ്പൊ ഇത് പൂർത്തിയാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. മറ്റു വഴികളെന്ന് പറഞ്ഞാല് സ്ഥിരം ഭീഷണിപ്പെടുത്തുന്നത് പോലെ എന്റെ അമ്മയെ ദ്രോഹിക്കുക അല്ലേ? അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിന്റെ വേദന നീ അനുഭവിക്കാൻ പോകുന്നത്. നീ നിന്റെ അമ്മ. ഞാൻ സമ്മതിക്കാം മാഡം. അമ്മയുടെ കാര്യത്തില് മാഡത്തിനെ പേടിച്ചിട്ടല്ല. സ്വന്തം മകൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പാടുപെടുന്ന മാഡത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാ. പ്രതീക്ഷയില്ലാത്ത എന്റെ ജീവിതം ഞാൻ പിടിച്ചു നിർത്തി നിൽക്കില്ലല്ലോ. മാഡത്തിന്റെ മകൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. അത് നന്നായിട്ടിരിക്കട്ടെ മാഡം. സിനി, കൃഷ്ണയെ വേഗം റെഡിയാക്ക.